February 14th, Valentine's Day. നമുക്കൊക്കെ എന്ത് വാലന്റൈൻസ് ഡേ? ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നല്ല രസമായിരുന്നു. ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടുള്ള പിന്നായിരുന്നു. നമ്മളൊരു 6ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ടാവും. ദിവസം ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നല്ല കാപ്പിക്കാട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചന്ദനക്കുറിക്ക് തൊട്ടിട്ടിരിക്കും. അപ്പോൾ ഞാനവിടെ കണ്ടു, ജസ്റ്റ് ഒന്ന് ചിരിച്ചു. അവളും അതുപോലെയൊക്കെ ഒന്ന് ചിരിച്ചു. അന്നാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇവളുടെ വീട് എവിടെ ഒന്നും അറിയില്ല, ആ ഏരിയയിലാണെന്നറിയാം. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ കൂട്ടുകാരുടെ വൈകുന്നേരം ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഒരു സ്കൂൾ ബസ്സുമാണ്. അപ്പണ്ട് നമ്മുടെ മുതലായില്ല. അങ്ങനെ പിന്നെ നമ്മൾ വിടില്ലല്ലോ, ഏത് സ്കൂളാണെന്നൊക്കെ മനസ്സിലായില്ല. പിന്നെ എന്നും ആ വണ്ടിയുടെ പുറകെ പോവുക, പിന്നാലെ പോവുക. അങ്ങനെ എങ്ങനെ പോയാലും വളയ്ക്കണം എന്നുള്ളൊരു ചിന്തയില്ലേ. സ്കൂൾ ബസ്സിൻ്റെ പിന്നാലെയൊക്കെ പോയി തുടങ്ങി ഡെയിലി പോയി. എന്തായാലും അവളെ വളയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരുന്നു. അവള് വീട് മനസ്സിലാക്കി. അപ്പോൾ വീട് അറിഞ്ഞു വന്നപ്പോൾ അവളുടെ വീട് എൻ്റെ പാപ്പൻ്റെ മോളിൽ വരുന്നത്. അപ്പോൾ പാപ്പൻ്റെ മോളിലെടുത്ത് അങ്ങനെ നമ്പർ കൊടുത്തു. ഞങ്ങൾ വിളി തുടങ്ങി, ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, വാട്സപ്പ് തുടങ്ങി, ചാറ്റ് തുടങ്ങി. അങ്ങനെ കുറച്ച് കാലത്തേക്ക് കട്ടപ്പുറമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു. വാട്സപ്പിലും ഇല്ല, നമ്പറും മാറ്റി ഇറങ്ങും. എങ്ങനെ വിളിച്ചിട്ടും കിട്ടണമെന്നില്ല, കോണ്ടാക്ട് ചെയ്തൊരിതുമില്ല. എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ഇതറിയാത്ത പോലെ. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഷോക്കായി. നമ്മളിപ്പോൾ ഇതിങ്ങനെ ചത്ത ഇതായിട്ട് നടക്കുന്ന ആൾ പെട്ടെന്ന് എല്ലാത്തിനും പോകുമെന്ന് പറയുമ്പോൾ എന്തോ പോലെ. സത്യം പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ സമയത്തേക്ക്. രാത്രി ഈ പുറത്തിൻ്റെ അടിയും ബാത്റൂമിലും എന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നീട് ദിവസങ്ങൾ പോയാലും അറിഞ്ഞില്ല, അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ല കഷ്ടപ്പെട്ടിട്ട് പല ദിവസങ്ങളും പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായെന്ന് അറിയണം. ഞാനവളുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി ചോദിച്ചു. നമ്മുടെ എന്ത് കാര്യത്തിന് സപ്പോർട്ടായിരുന്നൊരു കൂട്ടുകാർ. അവൾ ഈ സമയത്ത് വേറൊരുത്തരായിട്ട് പ്രേമത്തിലാണ്. അങ്ങനെ 10 രൂപയുടെ പപ്സിന് വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാർ പോലും അവൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ എന്നെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ അവൾക്ക് ഞാനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര മിസ്സിങ് ആണ്, എന്താ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും കുഴപ്പമില്ല എന്നൊക്കെ. എനിക്ക് പക്ഷെ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും പഴയ പോലെ വീണ്ടും കട്ടപ്രയാണം തുടങ്ങി. ചുരുക്കി പറഞ്ഞ പഴയനെക്കാട്ടിലും കൂടുതലായിരുന്നു. കാരണം അവളെ പറ്റി ഒരുവിധമെല്ലാം ഞാൻ അറിഞ്ഞു. അറിയാത്തായിട്ട് ഒന്നുമില്ല. അപ്പോൾ അറിയാലോ എല്ലാവർക്കും, വാട്സപ്പ് ഫേസ്ബുക്ക് ഉറക്കില്ലാണ്ട് ഞങ്ങൾ മേഞ്ഞു. അപ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഞാൻ അവളെ അഡിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഞാനില്ലാതെ പറ്റാതായതിനേക്കാളും എനിക്ക് അവളില്ലാതെ പറ്റാതായി. ഞാൻ ടോട്ടലി അവളെ അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ പറഞ്ഞു, വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്, കല്യാണാലോചനകൾ വരുന്നുണ്ട്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാനില്ലാണ്ട് അവൾക്ക് പറ്റില്ല, ചാവും, എന്തൊക്കെയാ എന്തൊക്കെയാന്ന് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. സംഭവം സ്ക്രീൻഷോട്ടൊക്കെ ഇതിലെവിടെ ഉണ്ട്. ഞാനാകെ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നെ കണ്ടാലും തോന്നില്ലല്ലോ, കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല. എനിക്കാണെങ്കിൽ ജോലി ഒന്നുമില്ല. അപ്പോൾ എനിക്കാണെന്ന് അവളില്ലാണ്ട് പറ്റില്ല. കാരണം എനിക്കത്ര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവളെന്നെ വിളിച്ചു. എന്നിട്ട് അവള് ഒക്കെ നേരെ വിപരീതമായിട്ടായിരുന്നു എന്നോട് പറഞ്ഞതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു, എല്ലാം നടക്കുമായിരുന്നു. അവൾ പറഞ്ഞു അവളുടെ അച്ഛൻ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നടക്കുകയാണെങ്കിൽ അവളുടെ അച്ഛൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അവളുടെ അനിയത്തി പറഞ്ഞു അത്ര, എന്താ അവളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരും ജീവിച്ചിരിക്കില്ല. അപ്പോൾ
പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. വീണ്ടും പഴയ പോലെ ഞാൻ ആകെ ഷോക്കായി. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തല്ലേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ്റെ കൂട്ടുകാരെ പോലും ഫേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ വിചാരിച്ചു നാട് വിട്ടു പോവാം. പിന്നെ പണ്ടത്തെ ആൾക്കാരുടെ ഫാഷൻ വെച്ചിട്ട് എല്ലാവരും ബോംബെക്ക് ഒക്കെ ആയിരുന്നു പതിവ്. അപ്പോൾ ഞാനെന്തായാലും ദുബായിക്ക് പോകാൻ പഠിച്ചു വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പുതിയ മേഘയായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ മേഘേനെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പെണ്ണിനെ പ്രേമിച്ചത്. പക്ഷേ നാട്ടിൽ കാണുന്നവർക്ക് ഞാൻ വലിയൊരു അഭിപ്രായം. സത്യം പറഞ്ഞാൽ എല്ലാവരും നമ്മളെ തേച്ചിട്ട് പോയത്. ഇന്ന് February 14 വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് അവൾ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞേക്കായിരുന്നു. സാധാരണ അങ്ങനെ അവൾ വിളിക്കാറില്ല. ബ്രദറുണ്ട്, ബ്രദർ ഭയങ്കര കലിപ്പനാന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ആള് ഭയങ്കര ചൂടനാണ്. അപ്പോൾ ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞല്ലോ, പ്രാരാബ്ധമായല്ലോ. അപ്പോൾ പിന്നെ ആള് നേരെ ദുബായിക്ക് പോയി. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും കൂടെ തീർത്ഥാടനത്തിന് അമ്പലത്തിലേക്ക് അങ്ങനെ വിളിച്ചാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റില്ല. ചേട്ടൻ്റെ വൈഫിനെ അവിടെ പിടിച്ചിരുത്തിക്കുന്നു, കമ്പനിക്കാന്ന് പറഞ്ഞിരുത്തിയിട്ട് അവിടെ ഇരുത്തി. അവള് പറയാറുണ്ട് ചേച്ചി ഭയങ്കര കമ്പനിയാണെന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഞാൻ പോവാണ്, കാണാം. അപ്പോൾ ശരി. മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. ഈ ചേച്ചി ആരാന്നറിയും? ഞാൻ പണ്ട് പ്രേമിച്ചായിരുന്നു ചിപ്പിയില്ലേ, അവളാ. അപ്പോൾ ശരി കേട്ടാ, കാണാം.